അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അംജദ് എഡ്യൂക്കേറ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് 3-ാം ക്ലാസ്, 4-ാം ക്ലാസ്, 5-ാം ക്ലാസ് എന്നീ ക്ലാസ്സുകളുടെ ജനറൽ പാർട്ടിൻ്റെ മുഴുവൻ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും നമ്മൾ വിട്ടിട്ടുണ്ട്. പലരും മുഴുവൻ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് +2 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യനും ജനറൽ പാർട്ട് ഇട്ടതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, മദ്രസയും ജനറൽ പാർട്ട് ഉൾപ്പെടെ 50 ക്വസ്റ്റ്യൻ ആൻസറും എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് നമ്മുടെ വീഡിയോകൾ ഷെയർ ചെയ്യാം, ലൈക്ക് അടിക്കുക. അപ്പോൾ കൂടുതൽ ആളുകൾ കാണുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് വീഡിയോസ് ചെയ്യാൻ കൂടെ താല്പര്യം വരും. അപ്പോൾ കൂടുതൽ ലൈക്കും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. നമുക്ക് 31ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 6-ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ. ഫ്രോഗ്സ് യങ് വൺ ഈസ് കാൾഡ്. തവളയുടെ കുഞ്ഞിനെ എന്ത് വിളിക്കുന്നു എന്നുള്ളതാണ്. തവളയുടെ കുഞ്ഞിനെ ടാഡ്പോൾ എന്നാണ് വിളിക്കുക, അല്ലേ? തവള പെട്ടൽ എന്നൊക്കെ നമ്മുടെ മലപ്പുറം ഭാഷയിൽ പറയും, വാൽമാക്രിയോ ഒക്കെ പറയുന്നുണ്ട് എന്തൊക്കെ, അല്ലേ? എന്തായാലും ടാഡ്പോളാണ്. കിട്ടെന്ന് പറഞ്ഞാൽ പൂച്ചക്കുട്ടി, അല്ലേ? പ്യൂപ്പ നമുക്കറിയാം, പൂമ്പാറ്റ ബട്ടർഫ്ലൈ ആണ്. ലാമ്പ് ആടിൻ്റെ ആണ് കേട്ടോ. ഇനി അടുത്തത്, പാർട്ട് ഓഫ് പ്ലാന്റ് ഇൻവോൾവ്ഡ് ഇൻ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് നമ്മൾ പല ക്ലാസ്സുകളായിട്ട് പറഞ്ഞിട്ടുണ്ടത്. പ്രകാശ സംശ്ലേഷണത്തിന് ഭാഗമാകുന്ന സസ്യത്തിൻ്റെ ഭാഗ്യം ഏതാണെന്നുള്ളതാണ്. അത് ലീവ്സ് ആണ്. സസ്യത്തിൻ്റെ അടുക്കള, ആഹാരം നിർമ്മിക്കുന്നത് പ്രവൃത്തിയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്ന ഇലകളിൽ വെച്ചാണ്. പല ക്ലാസ്സുകളും നമ്മളെന്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 33ാമത്തെ ക്വസ്റ്റ്യൻ. ദ ലാർജസ്റ്റ് ക്രിയേച്ചർ ഓൺ എർത്ത്. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി ബ്ലൂ വെയിൽ, അല്ലേ? നീലത്തിമിംഗലമാണ് ഭൂമിയിലെ. ലാൻഡ് എന്നാണെങ്കിൽ ആനയാണ്. വേറൊരു ക്വസ്റ്റ്യനിലും ഇത് കണ്ടു, അല്ലേ? മുമ്പത്തെ ക്ലാസ്സിലും. ജിറാഫ് നീളമുള്ള ജീവിയാണ് കേട്ടോ. ഓക്കെ. ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ. ആനിമൽസ് ദാറ്റ് ഓൺലി ഈറ്റ് പ്ലാന്റ്സ് ആർ കാൾഡ്. സസ്യങ്ങൾ മാത്രം ഭക്ഷിക്കുന്ന ജീവികൾ, അല്ലേ? അതിനെന്ത് പറയും നമ്മൾ? ഹെർബിവേഴ്സ് എന്ന് പറയും, അല്ലേ? സസ്യബുക്കുകളെന്ന്. കാർണിവേഴ്സ് മാംസം ഭക്ഷിക്കുന്നതാണ്. ഒംനിവേഴ്സ് പറഞ്ഞാൽ രണ്ടും കൂടെ ഭക്ഷിക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആൻസർ വരുന്നത് ഹെർബിവേഴ്സ് ആണ്. നമ്മൾ ആട്, അതുപോലെ മാട്, ഒട്ടകം, ആ ഒരു വർഗ്ഗങ്ങളൊക്കെ ആ രൂപത്തിൽ വരും കേട്ടോ. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ. ദ കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബൊറോഡ് ഫ്രം വിച്ച് കൺട്രീസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ ഭരണഘടന റിപ്പബ്ലിക് എന്ന ആശയം കടം എടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നുള്ളതാണ്? ഉത്തരമായി വരുന്നത് ഇതാണ്, ഫ്രാൻസ് ആണ്. ഫ്രാൻസിൽ നിന്നാണ് റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്. അയർലൻഡ് എന്ന രാഷ്ട്രത്തിൽ നിന്ന നിർദ്ദേശക തത്വങ്ങൾ, അമേരിക്കയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ശരി. 36ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ഗാന്ധിജീസ് ന്യൂസ് പേപ്പർ. ഗാന്ധിജിയുടെ പത്രമല്ലാത്തത്. യങ് ഇന്ത്യ ഗാന്ധിജിയുടെ പത്രമാണ്. ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജിയുടെ പത്രമാണ്. നവജീവൻ ഗാന്ധിജിയുടെ പത്രമാണ്, അല്ലേ? ഇങ്ങനെ ഒരു ന്യൂ ലൈഫ് എന്ന് ഈ പത്രത്തിനാണ് പറയാറ്. അർത്ഥമാണെങ്കിൽ പുതിയ അർത്ഥം വെക്കാം. പൊതുവെ കണ്ടിട്ടില്ല കേട്ടോ. നാഷൻ എന്നൊരു പത്രമുണ്ട്, അത് ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാണ്. അപ്പോൾ അതാണ് ഉത്തരം വരിക കേട്ടോ. ഗാന്ധിജിയുടെ പത്രമല്ലാത്തത് വെച്ചിട്ടുള്ളത് അതേതാണ്? നാഷൻ എന്ന പത്രമാണ്. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ കറൻസി പ്രിൻറ്റഡ് ഫ്രം. ഇന്ത്യൻ കറൻസി പ്രിൻ്റ് ചെയ്യുന്ന എവിടെ നിന്നാണെന്നുള്ളതാണ്. അതിന് ഉത്തരം വരുന്നത് ഇതാണ്, നാസിക്. മഹാരാഷ്ട്രയിലെ നാസിക്കാണ് അതിന് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നൊരു പട്ടണം. ഇനി 38ാമത്തെ ക്വസ്റ്റ്യൻ. സദേൺ മോസ്റ്റ് പോയിൻ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ തെക്കുള്ള, ഏറ്റവും തെക്കുള്ള, അല്ലേ? സദേൺ മോസ്റ്റ് പോയിൻ്റ് ഭാഗം. വിച്ച് ഈസ് നോൺ ആസ് ഇന്ദിരാ പോയിൻ്റ്. അതെങ്ങനെ അറിയപ്പെടുന്നു? ഇന്ദിരാ പോയിൻ്റ് എന്നാണ് അതിനറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ദിരാ പോയിൻ്റ് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഏറ്റവും തെക്കുള്ള പ്രദേശം, അല്ലേ? അത് എവിടെയുള്ളത്? നിക്കോബാർ ഐലൻഡിലാണ്. ചില ആളുകൾ അത് കന്യാകുമാരി എന്നൊക്കെ എഴുതാൻ സാധ്യതയുണ്ട്. കന്യാകുമാരി അല്ല, നിക്കോബാർ ഐലൻഡിലാണ് ഏറ്റവും പിന്നെ എന്താ പറയുക, സദേൺ മോസ്റ്റ് പോയിൻ്റ് എന്നൊക്കെ പറയാം കേട്ടോ. ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യാസ് ഫസ്റ്റ് വെർട്ടിക്കൽ ലിഫ്റ്റ് ബ്രിഡ്ജ് ഓവർ സീ ഈസ് കമ്മിങ് ഇൻ ടു. കടലിന് മുകളിൽ മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ
ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെ എന്നുള്ളതാണ്. ഇതിന് ഉത്തരം വരുന്നത് രാമേശ്വരമാണ്. രാമേശ്വരത്താണ് നിലവിൽ വരുന്നത് കേട്ടോ. ഓപ്ഷൻ എ ആണ്. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യാസ് ഫസ്റ്റ് ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ വിന്നർ. ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി സ്വർണം നേടിയത് ആരാണ്? അത് 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ അഭിനവ് ബിന്ദ്ര ഷൂട്ടിങ്ങിൽ നേടിയതാണ്. ചില ആളുകൾ അത് നീരജ് ചോപ്ര എന്നൊക്കെ എഴുതാനൊരു സാധ്യതയുണ്ട്. നീരജ് ചോപ്ര അത്ലറ്റിക്കിൽ ആദ്യം എന്ന ചോദ്യം വന്നാലും നീരജ് ചോപ്രയുടെ വരേണ്ടത് കേട്ടോ. ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയിട്ടുണ്ട് അദ്ദേഹം. പക്ഷേ ആദ്യം വ്യക്തിഗത ഇനത്തിൽ നേടിയിട്ടുള്ളത് അത് അഭിനവ് ബിന്ദ്ര തന്നെയാണ് കേട്ടോ. മനു ഭാക്കർ 2 മെഡലുകൾ ഇപ്പോൾ ഈ കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ നേടി. ശ്രീജേഷ് കേരളത്തിൽ നിന്നുള്ള ഹോക്കി കളിക്കാരനാണ്. 2 തവണ വെങ്കല മെഡൽ നേടിയപ്പോൾ 2 ടീമിനും അംഗമായിരുന്നു. ഓക്കെ. 41ാമത്തെ ക്വസ്റ്റ്യൻ, 100 ഈസ് ദ ആറ്റോമിക് നമ്പർ ഓഫ് വിച്ച് എലമെൻറ്റ്. ഏത് മൂലകത്തിൻ്റെ ആറ്റോമിക് സംഖ്യയാണ് 100 എന്നുള്ളതാണ്. ഉത്തരമായി വരുന്നത് ഫെർമിയമാണ്. ഫെർമിയം. ഓപ്ഷൻ എ ഫെർമിയമാണ് ആൻസർ. ഇനി 42ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി വിൽ നോട്ട് ഹോസ്റ്റ്. വിൽ നോട്ട് ഹോസ്റ്റ് ആണ്. ഹോസ്റ്റ് ദ ഫുട്ബോൾ വേൾഡ് കപ്പ് ഇൻ 2026. 2026 വേൾഡ് കപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യം. ആതിഥേയത്വം വഹിക്കാത്തത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്. വഹിക്കാത്തത്. അപ്പോൾ 3 രാഷ്ട്രങ്ങൾ കൂടിയാണ് 2026 വേൾഡ് കപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്നത്. അത് ഏതൊക്കെയാണ്? അമേരിക്ക അല്ലേ? അമേരിക്ക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അമേരിക്കയാണ് ഒന്ന്, മറ്റൊന്ന് മെക്സിക്കോയാണ്, മറ്റൊന്ന് കാനഡയാണ്. ഇവിടെയാണ് ഈ പേര് ഇതാൻ കാരണം ഈ അമേരിക്കയിൽ തന്നെ 3 പേരും അതിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇനി വേറെ പല പരീക്ഷകളും ചോദിച്ചാൽ ആ അമേരിക്ക, മെക്സിക്കോ, ഇവിടെ കാനഡ കൂട്ടിക്കഴിഞ്ഞാൽ അമേരിക്ക എന്ന പേരിൽ തന്നെ 3 രാഷ്ട്രങ്ങളുടെ പേരുണ്ട് കേട്ടോ. മാറിപ്പോകാൻ സാധ്യതയില്ല. അപ്പോൾ ഇതിൽ ഉത്തരമായി വരുന്നത് ഏതാ? ഉത്തരമായി വരുന്നത് ചിലി എന്നതാണ്. ആതിഥ്യം വഹിക്കാത്ത ചിലിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ. ഇനി 43ാമത്തെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷാണ്. ഐഡൻറ്റിഫൈ ദ അഡ്ജക്റ്റീവ്. ദിസ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് പിക്ചർ എന്നതിൽ അഡ്ജക്റ്റീവ് ഏതാണ്? അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നാമത്തിന് വിശേഷിപ്പിക്കുന്നതാണ് അല്ലേ? ഇതിൽ അഡ്ജക്റ്റീവ് വരുന്നത് ഏതാ? പിക്ചർ എന്നൊരു നാമത്തിന് വിശേഷിപ്പിക്കുന്ന ഇൻട്രസ്റ്റിംഗ് എന്ന പദമാണ്. ഓപ്ഷൻ എ ആണ് എന്ത്? അഡ്ജക്റ്റീവായിട്ട് വരിക. ഓക്കെ. ഇനി 44ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ആഡ്വർബ്. ആഡ്വർബ് കണ്ടെത്തുക. ആഡ്വർബ് പറഞ്ഞാൽ ഒരു ക്രിയ, വെർബിനെ വിശേഷിപ്പിക്കുന്നതാണ്. എന്തെങ്കിലും പ്രവൃത്തിനെ വിശേഷിപ്പിക്കുന്നത് പറഞ്ഞാൽ ആഡ്വർബ് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ? യുവർ ബിഹേവിയർ ഈസ് ഇംപ്രൂവിങ് റാപ്പിഡ്ലി. നിങ്ങളുടെ സ്വഭാവം എന്താവുന്നുണ്ട്? അപ്പോൾ ഇവിടെ ആഡ്വർബായിട്ട് വരുന്നത് ഏതാണ്? ഇവിടെ ഇംപ്രൂവിങ് എന്നതിനെ വിശേഷിപ്പിക്കുക. പുരോഗതിൻ്റെ വെർബ് ഇവിടെ. ആ വെർബിനെ വിശേഷിപ്പിക്കുന്നത് റാപ്പിഡ്ലി എന്ന ഓപ്ഷൻ സി ആണ് എന്ത് ഉത്തരമായിട്ട് വരിക കേട്ടോ. റാപ്പിഡ്ലി. ഇനി 45ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. ശരിയായ പ്രിപ്പോസിഷൻ തിരഞ്ഞെടുക്കാനാണ്. എന്താണ്? ഹി സാറ്റ് ഡാഷ് ദ വിൻഡോ. ഹി സാറ്റ് നമ്മൾ ഇരുന്നു. ഡാഷ് ദ വിൻഡോ. ഇവിടെ ബിസൈഡ് ദ വിൻഡോ എന്നുള്ളതാണ് ഇവിടെ ഒരു സ്യൂട്ടായി വരുന്നത് കേട്ടോ. 46ാമത്തെ ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ്. ശരിയായ രൂപത്തിൽ എഴുതിയിട്ടുള്ള വെർബ് ഏതാണെന്നുള്ളതാണ്. ഇഫ് ഇറ്റ് റൈൻസ് ഐ വിൽ സ്റ്റേ. ഓപ്ഷൻ എ വരും. ഐ വിൽ സ്റ്റേ അറ്റ് ഹോം. മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ നിൽക്കും എന്നൊരു V1. അതുപോലെ തന്നെ വില്ല് വരും. V1 ഉപയോഗിച്ചാൽ വില്ല് വരും. V2 ആണെങ്കിൽ വുഡ് വരും കേട്ടോ. ആ രൂപത്തിൽ ഈഫ് ക്ലോസ് ആണ്. ഈഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ചില ക്ലാസ്സുകളായിട്ട് ഇതൊക്കെ കേട്ടോ. ഇനി ഒരു ക്വസ്റ്റ്യനാണ്, കുറച്ച് വലുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, ഒന്ന് മനസ്സിലാക്കി ആൻസർ ചെയ്യാൻ പറ്റും. ഒരു കടലാസ് കഷ്ണം എക്സ് വൈ പറഞ്ഞാൽ ഒന്ന് ഇത് എക്സ്, ഇത് വൈ അല്ലേ? ഇത് വൈ, ഇത് എക്സ് വൈ എന്നിവയിൽ കാണിച്ച പ്രകാരം മടക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? സെഡ് കിട്ടും.
എങ്കിൽ ഇപ്പോൾ ഈ സെഡിലുള്ള ഈ കുത്തുകൾ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല എല്ലാവരും? സെഡ് കൊടുത്തത് കണ്ടില്ല, ഇതാണ് സെഡ് അല്ലേ? അപ്പോൾ മൂന്നാമത് കാണുന്ന സെഡിലുള്ള മാതിരി നമുക്ക് എന്ത് കിട്ടും? ഈ എക്സ് വൈനെ മടക്കിയാൽ കിട്ടും. മനസ്സിലായോ? എങ്കിൽ എ ബി സി ഡി, എ എന്ന ഈ ഓപ്ഷൻ, ബി എന്ന എ എന്ന ഈ ഓപ്ഷൻ, ബി എന്ന ഈ ഓപ്ഷൻ, സി എന്ന ഈ ഓപ്ഷൻ, ഡി എന്ന ഈ ഓപ്ഷൻ, ഇവയിൽ ഏത് മടക്കിയാൽ സെഡ് കിട്ടുക? അപ്പോൾ എന്താണ്? ഈ ഫസ്റ്റ് ഇങ്ങനെ അടിയിലോട്ട് മടക്കണം, ഈ ചിഹ്നം കാണിച്ചിട്ടുണ്ടല്ലോ, ഇതേപോലെ മടക്കണം. പിന്നെ ആ മടക്കിയതിന് സൈഡോട്ട് ഇങ്ങോട്ട് മടക്കണം അല്ലേ? എന്നിട്ട് നമുക്ക് ഈ കാണുന്ന രൂപത്തിലാണ് സെഡ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഈ രൂപത്തിൽ വരുന്നത് ഏത് കളിൽ നോക്കിയാൽ ഓപ്ഷൻ ബി ആണ് നമുക്ക് മനസ്സിലാകും. അത് ഓപ്ഷൻ ബി ആണ് ആ രൂപത്തിൽ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ കറക്റ്റ് മിറർ ഇമേജ്. യഥാർത്ഥ മിറർ ഇമേജ് ഏതാണെന്നുള്ളതാണ് കേട്ടോ. മിറർ ഇമേജ് നമുക്കറിയാം ലെഫ്റ്റ് റൈറ്റ് ആവും, അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ആവുന്ന രൂപം ഇതിൽ ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, ലെഫ്റ്റ് റൈറ്റ് ആണ്. ഈ ഇവിടെ ഉള്ളത് ഇവിടുക്കായി, ഇവിടെ ഉള്ളത് ഇവിടുക്കായി, ആ രൂപത്തിൽ വരുന്ന ഓപ്ഷൻ ഡി ആണ്. മറ്റത്തെ തലകുത്തനവും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് ആൻസർ വരില്ല, ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ഇനി നോക്കാം 49ാമത്തെ ക്വസ്റ്റ്യൻ. സലീമിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ത്വാഹിറ പറഞ്ഞു. എന്ത് പറഞ്ഞു? അയാളുടെ ഭാര്യ എൻ്റെ പിതാവിൻ്റെ ഒരേ ഒരു മകളാ. താഹിറ പറഞ്ഞത് എൻ്റെ പിതാവിൻ്റെ ഒരേ ഒരു മകള് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, സലീമിൻ്റെ ഭാര്യ. അപ്പോൾ പിതാവിൻ്റെ ഒരേ ഒരു മകൾ, വേറെ മകളില്ല. താഹിറാൻ്റെ പിതാവിൻ്റെ മകൾ താഹിറനല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കും സലീമിൻ്റെ ആരാണ്? എങ്കിൽ താഹിർക്ക് സലീമായി ബന്ധം എന്താ? താഹിർക്ക് സലീമായി ബന്ധം ഭാര്യ എന്നുള്ളതാണ്, സംശയമില്ല അല്ലേ? ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 50ാമത്തെ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ മിസ്റ്റേക്കാണ്, നല്ല മിസ്റ്റേക്കാണ്. ഇവിടെ മനസ്സിലാക്കുന്നത് ഓഡ് വൺ ദ ക്വസ്റ്റ്യൻ മനസ്സിലാക്കത്തരം ക്വസ്റ്റ്യനുകൾ നമുക്ക് വന്നാൽ വേറെ പരീക്ഷയിലൊന്നും നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയണമല്ലോ. അപ്പോൾ ഓഡ് വൺ ദ സീരിയസിൽ ഓഡ് വൺ എന്ന് ചോദിച്ചിട്ട്, സംഖ്യയിലെ ഓഡ് വൺ എന്ന് ചോദിച്ചതിന് ശേഷം 196, 169, 148, 184, 80 ഇതാണ് നമ്മുടെ ചോദ്യം. എന്നാൽ ഇതിൽ ഓഡ് വൺ കണ്ടെത്താൻ പറഞ്ഞപ്പോൾ ഇതിൽ ആൻസറിൽ ഒരു പുതിയ സംഖ്യ കൂടെ കടന്നു, 121 എന്നൊരു സംഖ്യ കൂടെ കടന്നു വന്നിട്ടുണ്ട്. ബാക്കിയുള്ളൊക്കെ മറ്റുള്ള സംഖ്യ അങ്ങനെ വരാൻ പാടില്ല. സീരിയസ് കൊടുത്തിട്ട് പിന്നെ ഓഡ് വൺ ചോദിക്കുമ്പോൾ ഈ രൂപത്തിൽ വരുന്ന എന്തല്ല, ശരിയായ നിലപാടല്ല ഒരു ക്വസ്റ്റ്യൻ അല്ലേ, ക്വസ്റ്റ്യൻ പേപ്പർ സംബന്ധിച്ച്. അപ്പോൾ ഈ ക്വസ്റ്റ്യന് ക്യാൻസലാക്കണം, ആകേണ്ടതാണ് കേട്ടോ. നോക്കാം നമുക്ക്. അപ്പോൾ ഇതിൽ ഓഡ് വൺ ചോദിച്ചാൽ ഓഡ് വണ്ണിന് ഒറ്റൊന്നും ഉണ്ടാവില്ല, രണ്ടെണ്ണം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഈ സീരീസ് അനുസരിച്ച് നമുക്കൊരു ഓഡ് വണ്ണ് വേണമെങ്കിൽ കണ്ടെത്താം. ഈ സീരീസ് അനുസരിച്ച് 196, 169, 148, 184, 180 ഇതിൽ പിന്നെ പല രൂപത്തിൽ കാണാം. ഇരട്ടസംഖ്യ അല്ലേ, 48, 84, 80, 196 ഇരട്ടസംഖ്യയാണ്, 169 മാത്രം ഒറ്റസംഖ്യയാണ്. ആ നിലയ്ക്ക് നമുക്ക് കാണാം. ഇനി അങ്ങനെയല്ല, 80, 84, 148 അല്ലേ, 148 അതുപോലെ 196 ഇതൊക്കെ 4ൻ്റെ ഗുണിതങ്ങളാണ്. 169 4ൻ്റെ ഗുണിതമല്ല. അപ്പോൾ ഇതിൽ ഇങ്ങനെ നേരത്തെ 169 ഇതിൽ ആൻസറായിട്ട് പരിഗണിക്കാൻ പറ്റിയത്. പക്ഷേ ഇവിടെ ഈ 121 കൂടെ വന്നതുകൊണ്ട് അതൊരു കൺഫ്യൂഷിംഗ് ആണ് കേട്ടോ, കൺഫ്യൂസിങ്. ആ സീരിയസിൽ ഓഡ് വൺ ചോദിച്ചാൽ 169. അപ്പോൾ ആൻസറായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതാണ് കൊടുക്കേണ്ടത്. പക്ഷേ 121 സീരിയസിൽ ഇല്ലാത്തൊരു സംഖ്യ വന്നുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ കുട്ടികളെ കൺഫ്യൂഷൻ ആക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള സാധ്യത, ആൻസർ ഏറ്റവും നല്ലത് 169 തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഷെയറായിട്ട് പഠിക്കുക, മറ്റാളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവരും ദുആകളിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.